ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കഥയിലൂടെ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാമെന്നുള്ളതിൽ രണ്ടാമത്തെ കഥയാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷിലെ വൊക്കാബുലറിയും അതുപോലെ തന്നെ സെൻറ്റൻസ് സ്ട്രക്ചർ കറക്റ്റായിട്ട് ഫോം ചെയ്യാനും പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണ സ്റ്റോറിയുടെ പേര് ദി പ്രൗഡ് റെഡ് റോസ്, അഭിമാനിയായ ചുവന്ന റോസാപ്പൂ. പ്രൗഡ് എന്ന് വെച്ചാൽ അഭിമാനിയായ, റെഡ് റോസ് എന്ന് പറഞ്ഞാൽ ചുവന്ന റോസാപ്പൂ. One beautiful spring day, a red rose blossomed in a forest. വസന്തകാലത്തെ ഒരു സുന്ദരമായ ദിവസത്തിൽ ഒരു വനത്തിൽ ഒരു ചുവന്ന റോസാപ്പൂ വിരിഞ്ഞു. വൺ ബ്യൂട്ടിഫുൾ സ്പ്രിംഗ് ഡേ എന്ന് പറഞ്ഞാൽ വസന്തകാലത്തെ ഒരു സുന്ദരമായ ദിവസം അല്ലെങ്കിൽ ഒരു മനോഹരമായ ഒരു ദിവസം. റെഡ് റോസ് ബ്ലോസംഡ് എന്ന് പറഞ്ഞാൽ ചുവന്ന റോസാപ്പൂ വിരിഞ്ഞു. ഫോറസ്റ്റ് എന്ന് പറയുന്നത് കാട് അല്ലെങ്കിൽ വനം എന്ന് പറയാം. മെനി കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ് ഗ്രൂ ദെയർ. പലതരമുള്ള മരങ്ങളും ചെടികളും അവിടെ വളർന്നു. ഇവിടെ മെനി കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ് എന്ന് ഉദ്ദേശിക്കുന്നത് പലതരം അല്ലെങ്കിൽ പലവിധമുള്ള മരങ്ങളും അതുപോലെ തന്നെ ചെടികളും ഗ്രൂ ദെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വളർന്നു. ആസ് ദ റോസ് ലുക്ക്ഡ് അറൗണ്ട്, എ പൈൻ ട്രീ നിയർ ബൈ സെഡ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, ഐ വിഷ് ഐ വാസ് ദാറ്റ് ലവ്ലി. റോസാപ്പൂ ചുറ്റും നോക്കിയപ്പോൾ ഒരു പൈൻമരം പറഞ്ഞു, എന്തൊരു മനോഹരമായ പുഷ്പം, ഞാൻ അത്രയും മനോഹരമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആസ് ദ റോസ് ലുക്ക്ഡ് അറൗണ്ട് എന്ന് പറഞ്ഞാൽ റോസാപ്പൂ ചുറ്റും നോക്കിയപ്പോൾ, പൈൻ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റാടി മരമാണ്. അപ്പോൾ പൈൻ ട്രീ നിയർ ബൈ എന്ന് പറഞ്ഞാൽ റോസാപ്പൂവിൻ്റെ അടുത്തുള്ള ഒരു കാറ്റാടി മരം പറഞ്ഞു, വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, എന്തൊരു മനോഹരമായ പുഷ്പം എന്ന് പറഞ്ഞു. ഐ വിഷ് ഐ വാസ് ദാറ്റ് ലവ്ലി എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അത്രയും മനോഹരമായിരുന്നെങ്കിൽ എന്ന് കാറ്റാടി മരം പറയാണ്. അനദർ ട്രീ സെഡ്, ഡിയർ പൈൻ ഡു നോട്ട് ബി സാഡ്, വി കനോട്ട് ഹാവ് എവ്രിതിങ്. മറ്റൊരു മരം പറഞ്ഞു, പ്രിയപ്പെട്ട കാറ്റാടി സങ്കടപ്പെടരുത്, നമുക്കെല്ലാം ലഭിക്കില്ല. അനദർ ട്രീ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ വേറെ ഒരു മരം പറഞ്ഞു, ഡിയർ പൈൻ പ്രിയപ്പെട്ട കാറ്റാടി, ഡോണ്ട് ബി സാഡ്. ഡു നോട്ട് എന്ന് പറയുന്നത് ഡോണ്ട് ബി സാഡ് എന്നും വായിക്കാൻ പറ്റും നമുക്ക്. ഡോണ്ട് ബി സാഡ്, വിഷമിക്കരുത് അല്ലെങ്കിൽ സങ്കടപ്പെടരുത്. വി കനോട്ട് ഹാവ് എവ്രിതിങ്, നമുക്കെല്ലാം ലഭിക്കില്ല. ദി റോസ് ടേൺഡ് ഇറ്റ്സ് ഹെഡ് ആൻഡ് റിമാർക്ക്ഡ്, ഇറ്റ് സീംസ് ദാറ്റ് ഐ ആം ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലാന്റ് ഇൻ ദിസ് വേൾഡ്. റോസാപ്പൂ തല തിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കാട്ടിലെ ഏറ്റവും മനോഹരമായ ചെടി ഞാനാണെന്ന് തോന്നുന്നു. ദ റോസ് ടേൺഡ് ഇറ്റ്സ് ഹെഡ് എന്ന് പറഞ്ഞാൽ തല തിരിച്ചുകൊണ്ട്. റിമാർക്ക്ഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായ ചെടി. ഫോറസ്റ്റ് എന്ന് വെച്ചാൽ കാട്. എ സൺഫ്ലവർ റേസ്ഡ് ഇറ്റ്സ് യെല്ലോ ഹെഡ് ആൻഡ് ആസ്ക്ഡ്, വൈ ഡു യു സേ ദാറ്റ്? ഇൻ ദിസ് ഫോറസ്റ്റ് ദെയർ ആർ മെനി ബ്യൂട്ടിഫുൾ പ്ലാന്റ്സ്, യു ആർ ജസ്റ്റ് വൺ ഓഫ് ദം. ഒരു മഞ്ഞ സൂര്യകാന്തി പൂവ് അതിൻ്റെ മഞ്ഞ തല ഉയർത്തി ചോദിച്ചു, നീ എന്തിനാ അങ്ങനെ പറയുന്നത്? ഈ വനത്തിൽ മനോഹരമായ ധാരാളം സസ്യങ്ങളുണ്ട്, നീ അവയിൽ ഒരാൾ മാത്രമാണ്. എ സൺഫ്ലവർ റേസ്ഡ് ഇറ്റ്സ് യെല്ലോ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യകാന്തി പൂവ് തല ഉയർത്തി ചോദിച്ചു, വൈ ഡു യു സേ ദാറ്റ്? എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇൻ ദിസ് ഫോറസ്റ്റ് എന്ന് വെച്ചാൽ ഈ കാട്ടിനുള്ളിൽ, മെനി ബ്യൂട്ടിഫുൾ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ധാരാളം ചെടികളുണ്ട്. യു ആർ ജസ്റ്റ് വൺ ഓഫ് ദം എന്ന് പറഞ്ഞാൽ അവയിൽ ഒന്ന് മാത്രമാണ് നീ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദി റെഡ് റോസ് റിപ്ലൈഡ്, ഐ സീ എവ്രി വൺ ലുക്കിംഗ് അറ്റ് മീ ആൻഡ് അഡ്മയറിങ് മീ. ചുവന്ന റോസാപ്പൂ മറുപടി പറഞ്ഞു, എല്ലാവരും എന്നെ നോക്കുന്നതും എന്നെ ഇഷ്ടപ്പെടുന്നതും ഞാൻ കാണുന്നു. ദ റെഡ് റോസ് റിപ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവന്ന റോസാപ്പൂ പറഞ്ഞു, ഐ സീ എവ്രി വൺ, ഞാൻ എല്ലാവരെയും കാണുന്നുണ്ട്. ലുക്കിംഗ് അറ്റ് മീ എന്ന് പറഞ്ഞാൽ എന്നെ നോക്കുന്നതും, അഡ്മയറിങ് എന്ന് പറയുന്നത് ആസ്വദിക്കുന്നതും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നതും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ദ റോസ് ലുക്ക്ഡ് അറ്റ് എ കാക്ടസ് ആൻഡ് സെഡ്, ലുക്ക് അറ്റ് ദാറ്റ് അഗ്ലി പ്ലാന്റ് ഫുൾ ഓഫ് തോൺസ്. അപ്പോൾ റോസാപ്പൂ കള്ളിച്ചെടിയെ നോക്കി പറഞ്ഞു, മുള്ളുകൾ നിറഞ്ഞ ആ വികൃതമായ ചെടിയെ നോക്കൂ. റോസ് ലുക്ക്ഡ് അറ്റ് എ കാക്ടസ് എന്ന് പറയുന്നത് റോസാപ്പൂ കള്ളിച്ചെടിയെ നോക്കി. സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു. അഗ്ലി പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികൃതമായ അല്ലെങ്കിൽ ഭംഗിയില്ലാത്ത ചെടി. ഫുൾ ഓഫ് തോൺസ് എന്ന് പറഞ്ഞാൽ മുള്ളുകൾ നിറഞ്ഞ. തോൺസ് എന്ന് വെച്ചാൽ മുള്ളുകൾ. ദ പൈൻ ട്രീ സെഡ്, റെഡ് റോസ്, വാട്ട് കൈൻഡ് ഓഫ് ടോക്ക് ഇസ് ദിസ്? ഹൂ ക്യാൻ സേ വാട്ട് ബ്യൂട്ടി ഇസ്? യു ഹാവ് തോൺസ് ടു. കാറ്റാടി മരം പറഞ്ഞു, ചുവന്ന റോസാപ്പൂ, എന്ത് സംസാരമാണിത്?
സൗന്ദര്യം എന്നുള്ളത് ആർക്ക് പറയാൻ കഴിയും? നിനക്കുമുണ്ടല്ലോ മുള്ളുകൾ. വാട്ട് കൈൻഡ് ഓഫ് ടോക്ക് ഇസ് ദിസ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് സംസാരിക്കുന്നത്, എന്താണ് പറയുന്നത് എന്നാണ്. ബ്യൂട്ടി എന്ന് പറയുന്നത് ഭംഗി അല്ലെങ്കിൽ സൗന്ദര്യം. തോൺസ് എന്ന് പറയുന്നത് മുള്ളുകൾ. ദി പ്രൗഡ് റെഡ് റോസ് ലുക്ഡ് ആംഗ്രിലി അറ്റ് ദി പൈൻ ആൻഡ് സെഡ്, ഐ തോട്ട് യു ഹാഡ് ഗുഡ് ടേസ്റ്റ്. അഭിമാനിയായ ചുവന്ന റോസാപ്പൂ ദേഷ്യത്തോടെ കാറ്റാടി മരത്തിനെ നോക്കി പറഞ്ഞു, നിങ്ങൾക്ക് നല്ല വകതിരിവ് ഉണ്ടാവും എന്നാണ് ഞാൻ കരുതിയത്. ദി പ്രൗഡ് എന്ന് പറഞ്ഞാൽ അഭിമാനിയായ. ലുക്ഡ് ആംഗ്രിലി എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടെ നോക്കി. ഐ തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കരുതിയത്. ഗുഡ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒരെണ്ണം നല്ല രുചി എന്നുള്ളൊരു അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള വകതിരിവാണ് ഉദ്ദേശിക്കുന്നത്. യു ഡു നോട്ട് നോ വാട്ട് ബ്യൂട്ടി ഈസ് ഓൾ അബൌട്ട്. സൗന്ദര്യം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. യു കനോട്ട് കമ്പയർ മൈ തോൺസ് ടു ദാറ്റ് ഓഫ് ദി കാക്ടസ്. എൻ്റെ മുള്ളുകളെ കള്ളിച്ചെടിയുടെ മുള്ളുകളുമായി താരതമ്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. യു ഡു നോട്ട് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയില്ല. ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യം. യു കനോട്ട് കമ്പയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയില്ല. മൈ തോൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ മുള്ളുകൾ. വാട്ട് എ പ്രൗഡ് ഫ്ലവർ തോട്ട് ദ ട്രീസ്. എന്തൊരു അഭിമാനം കൊള്ളുന്ന പുഷ്പം. മരങ്ങൾ ഓർത്തു അല്ലെങ്കിൽ മരങ്ങൾ ചിന്തിച്ചു. ദി റോസ് ട്രൈ ടു മൂവ് ഇറ്റ്സ് റൂട്ട്സ് അവേ ഫ്രം ദ കാക്ടസ് ബട്ട് ഇറ്റ് കുഡ് നോട്ട് മൂവ്. റോസാപ്പൂ കള്ളിച്ചെടിയിൽ നിന്ന് വേരുകൾ നീക്കാൻ ശ്രമിച്ചു, പക്ഷേ അതിന് നീങ്ങാൻ കഴിഞ്ഞില്ല. ദി റോസ് ട്രൈ ടു മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രമിച്ചു. റോസാപ്പൂ മാറാൻ ശ്രമിച്ചു. ഇറ്റ്സ് റൂട്ട്സ് അവേ ഫ്രം ദി കാക്ടസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേരുകൾ കള്ളിച്ചെടിയിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചു. ബട്ട് ഇറ്റ് കുഡ് നോട്ട് മൂവ്, പക്ഷേ മാറാൻ കഴിഞ്ഞില്ല. As the days passed, the red rose would look at the cactus and say insulting things like, "This plant is useless. How sorry I am to be his neighbor." ദിവസങ്ങൾ കഴിയും തോറും ചുവന്ന റോസാപ്പൂ കള്ളിച്ചെടിയെ നോക്കി അപമാനിക്കുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഈ ചെടിക്ക് ഒരു ഉപകാരവുമില്ല. അവൻ്റെ അയൽവാസി ആയതിനാൽ ഞാൻ എത്ര ഖേദിക്കുന്നു. ആസ് ഡേയ്സ് പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങൾ കഴിയും തോറും. റെഡ് റോസ് വുഡ് ലുക്ക് അറ്റ് കാക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവന്ന റോസാപ്പൂ മുൾച്ചെടിയെ നോക്കി. സേ ഇൻസൾട്ടിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ ഇൻസൾട്ടിങ് എന്ന് വെച്ചാൽ അപമാനിക്കുക അല്ലെങ്കിൽ കളിയാക്കുക. ദിസ് പ്ലാന്റ് ഇസ് യൂസ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടിക്ക് ഒരു ഉപകാരമോ ഒരു ഗുണമോ ഇല്ല എന്നാണ്. ഹൗ സോറി ഐ എം ടു ബി ഹിസ് നെയ്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ അയൽവാസി ആയതിൽ ഞാൻ ഖേദിക്കുന്നു. നെയ്ബർ എന്ന് പറഞ്ഞാൽ അയൽവാസി. The cactus never got upset and he even tried to advise the rose saying, God did not create any form of life without a purpose. കള്ളിച്ചെടി ഒരിക്കലും അസ്വസ്ഥനായില്ല. അവൻ റോസാപ്പൂവിനെ ഉപദേശിക്കുവാൻ പോലും ശ്രമിച്ചു. അവൻ പറഞ്ഞു, ദൈവം ഒരു ലക്ഷ്യവുമില്ലാതെ ഒരു ജീവനെയും സൃഷ്ടിച്ചിട്ടില്ല. നെവർ ഗോട്ട് അപ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും അസ്വസ്ഥനായിട്ടില്ല. അപ്പോൾ ദി കാക്ടസ് നെവർ ഗോട്ട് അപ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൾച്ചെടി ഒരിക്കലും അസ്വസ്ഥനായിട്ടില്ല. ഹീ ഈവൻ ട്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ശ്രമിച്ചു. അഡ്വൈസ് ദ റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശിക്കാൻ, റോസിനെ ഉപദേശിക്കാൻ. എന്താണ് അവൻ പറഞ്ഞത്? സേയിങ് എന്ന് അവൻ പറഞ്ഞു, ഗോഡ് ഡിഡ് നോട്ട് ക്രിയേറ്റ് എനി ഫോം ഓഫ് ലൈഫ് വിത്തൗട്ട് എ പേർപ്പസ്. ദൈവം ഒരിക്കലും ഒരു ജീവനെയും ഈ ഭൂമിയിൽ ഒരു ലക്ഷ്യവുമില്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. സ്പ്രിംഗ് പാസ്റ്റ് ആൻഡ് ദ വെദർ ബിക്കെയിം വെരി വാം. വസന്തകാലം കടന്നുപോയി, കാലാവസ്ഥ വളരെ ചൂടുള്ളതായി. സ്പ്രിംഗ് പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസന്തകാലം കഴിഞ്ഞുപോയി. വെദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥ. വാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട്. ലൈഫ് ബിക്കെയിം ഡിഫിക്കൾട്ട് ഇൻ ദ ഫോറസ്റ്റ് ആസ് ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് നീഡഡ് വാട്ടർ ആൻഡ് ദെയർ വാസ് നോ റെയിൻ. വനത്തിലെ ജീവിതം വളരെയധികം ദുഷ്കരമായിരുന്നു. എന്തെന്നാൽ ചെടികൾക്കും മൃഗങ്ങൾക്കും വെള്ളം അത്യാവശ്യമായിരുന്നു. അവർക്കവിടെ മഴ ലഭിച്ചിരുന്നില്ല. ലൈഫ് ബിക്കെയിം ഡിഫിക്കൾട്ട് ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിലെ ജീവിതം പ്രയാസമായിരുന്നു. ആസ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് നീഡഡ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾക്കും മൃഗങ്ങൾക്കും വെള്ളം അത്യാവശ്യമായിരുന്നു. അതാണ് നീഡഡ്. ആൻഡ് നോ റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ ഉണ്ടായിരുന്നില്ല.
അല്ലെങ്കിൽ മഴ ലഭിച്ചിരുന്നില്ല. ദി റെഡ് റോസ് ബിഗാൻ ടു വിൽറ്റ്. ചുവന്ന റോസാപ്പൂ വാടാൻ തുടങ്ങി. വൺ ഡേ ദ റോസ് സോ സ്പാരോസ് സ്റ്റിക്ക് ദെയർ ബീക്സ് ഇൻ ടു ദ കാക്ടസ് ആൻഡ് ദെൻ ഫ്ലൈ അവേ റിഫ്രഷ്ഡ്. ഒരു ദിവസം കുരുവികൾ കള്ളിച്ചെടിയിൽ കൊക്കുകൾ കുത്തിയിരിക്കുന്നതും പിന്നീട് ഉന്മേഷത്തോടെ പറക്കുന്നതും റോസാപ്പൂ കണ്ടു. വൺ ഡേ ദ റോസ് സോ സ്പാരോസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം റോസാപ്പൂ കുരുവികളെ കണ്ടു. സ്റ്റിക്ക് ദെയർ ബീക്സ് ഇൻ ടു ദ കാക്ടസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റിക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ചേർന്നിരിക്കുന്നത് എന്നാണ്. ബീക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൊക്കുകൾ. സ്റ്റിക്ക് ദെയർ ബീക്സ് ഇൻ ടു ദ കാക്ടസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കുകൾ ചേർന്നിരിക്കുന്നത്, കാക്ടസ് മുൾച്ചെടിയിൽ ചേർന്നിരിക്കുന്നത് കണ്ടു. ആൻഡ് ദെൻ ഫ്ലൈ അവേ റിഫ്രഷ്ഡ്. അവർ പിന്നെ പറന്നുപോയി, ഉന്മേഷത്തോടെ പറന്നുപോയി എന്നാണ് ഇവിടെ പറയുന്നത്. ദി റെഡ് റോസ് ആസ്ക്ഡ് ദി പൈൻ ട്രീ വാട്ട് ദ ബേർഡ്സ് വർ ഡൂയിങ്. ദി റെഡ് റോസ് ചുവന്ന റോസാപ്പൂ പൈൻ മരത്തിനോട് ചോദിച്ചു, എന്താണ് പക്ഷികൾ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നത്? പൈൻ മരം എന്ന് ഉദ്ദേശിക്കുന്നത് കാറ്റാടി മരമാണ്. അപ്പോൾ റെഡ് റോസ് ചോദിച്ചു കാറ്റാടി മരത്തിനോട്, വാട്ട് ദ ബേർഡ്സ് വർ ഡൂയിങ്. ഡൂയിങ് എന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോൾ എന്താണ് പക്ഷികൾ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നത് എന്നാണ് ചോദിച്ചത്. ദി പൈൻ ട്രീ എക്സ്പ്ലെയിൻ ദാറ്റ് ദ ബേർഡ്സ് ഗോട്ട് വാട്ടർ ഫ്രം ദ കാക്ടസ്. പൈൻ മരം അതായത് കാറ്റാടി മരം വിശദീകരിച്ചു, കിളികൾക്ക് വെള്ളം കിട്ടുന്നത് കാക്ടസിൽ നിന്നാണ്, അതായത് വെള്ളം ലഭിക്കുന്നത് കള്ളിച്ചെടിയിൽ നിന്നാണ് എന്ന് പറഞ്ഞു. ഡസ് ഇറ്റ് നോട്ട് ഹേർട്ട് വെൻ ദേ മേക്ക് ഹോൾസ് ആസ് ദി റോസ്. അവർ ദ്വാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് വേദനിപ്പിക്കില്ലേ? റോസാപ്പൂ ചോദിച്ചു. ഡസ് ഇറ്റ് നോട്ട് ഹേർട്ട് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് വേദനിക്കില്ലേ? മേക്ക് ഹോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വാരങ്ങൾ ഉണ്ടാക്കുക. യെസ് ബട്ട് ദ കാക്ടസ് ഡസ് നോട്ട് ലൈക്ക് ടു സീ എനി ബേർഡ്സ് സഫർ റിപ്ലൈഡ് ദ പൈൻ. യെസ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് അതെ, വേദനിക്കും. പക്ഷേ ഏതെങ്കിലും പക്ഷികൾ കഷ്ടപ്പെടുന്നത് കാണാൻ കള്ളിച്ചെടിക്ക് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. ദ റോസ് ഓപ്പൺഡ് ഇറ്റ്സ് ഐ ഇൻ വണ്ടർ ആൻഡ് സെഡ്, ദ കാക്ടസ് ഹാസ് വാട്ടർ. റോസാപ്പൂ അത്ഭുതത്തോടെ കണ്ണു തുറന്ന് ചോദിച്ചു, മുൾച്ചെടിക്ക് വെള്ളമുണ്ടോ? യെസ്, യു ക്യാൻ ഓൾസോ ഡ്രിങ്ക് ഫ്രം ഇറ്റ്. ദ സ്പാരോ ക്യാൻ ബ്രിങ് വാട്ടർ ടു യു ഇഫ് യു ആസ്ക് ദ കാക്ടസ് ഫോർ ഹെൽപ്പ്. അതെ, നിങ്ങൾക്കും അതിൽ നിന്ന് കുടിക്കാം. നിങ്ങൾ കള്ളിച്ചെടിയോട് സഹായം ചോദിച്ചാൽ കുരുവിക്ക് വെള്ളം കൊണ്ടുവരാൻ കഴിയും. യെസ്, യു ക്യാൻ ഓൾസോ ഡ്രിങ്ക് ഫ്രം ഇറ്റ് എന്ന് പറയുന്നത് അതെ, നിങ്ങൾക്കും അതിൽ നിന്ന് കുടിക്കാൻ കഴിയും. ദ സ്പാരോ ക്യാൻ ബ്രിങ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുവികൾക്ക് വെള്ളം കൊണ്ടുവരാൻ കഴിയും നിങ്ങൾ സഹായം ചോദിച്ചാൽ. ദി റെഡ് റോസ് ഫെൽ ടു അഷേംഡ് ഓഫ് ഇറ്റ്സ് പാസ്റ്റ് വേർഡ്സ് ആൻഡ് ബിഹേവിയർ ടു ആസ്ക് ഫ്രം ദ കാക്ടസ്, ബട്ട് ദെൻ ഇറ്റ് ഫൈനലി ഡിഡ് ആസ്ക് ദ കാക്ടസ് ഫോർ ഹെൽപ്പ്. ചുവന്ന റോസാപ്പൂവിന് കള്ളിച്ചെടിയോട് പറഞ്ഞത് ഓർത്ത് വളരെയധികം ലജ്ജ തോന്നി, അല്ലെങ്കിൽ നാണക്കേട് തോന്നി എന്നാണ് ഇവിടെ പറയുന്നത്. ബട്ട് ദെൻ ഇറ്റ് ഫൈനലി ഡിഡ് ആസ്ക് ദ കാക്ടസ് ഫോർ ഹെൽപ്പ്. അവസാനം മുൾച്ചെടിയോട് അയാൾ സഹായം ചോദിച്ചു. ഫെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവപ്പെട്ടു അല്ലെങ്കിൽ തോന്നി. അഷേംഡ് ഓഫ് ഇറ്റ്സ് പാസ്റ്റ്, അവന് വളരെയധികം ലജ്ജ തോന്നി. അവൻ പറഞ്ഞ കാര്യം അവന് തെറ്റാണെന്ന് മനസ്സിലായി. ഓഫ് ഇറ്റ്സ് പാസ്റ്റ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ മുമ്പ് അവൻ പറഞ്ഞ വാക്കുകൾ. അതുപോലെ തന്നെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ പെരുമാറ്റം. ദി കാക്ടസ് ഫൈനലി അഗ്രീഡ് ആൻഡ് ദ ബേർഡ്സ് ഫിൽഡ് ദെയർ ബീക്സ് വിത്ത് വാട്ടർ ആൻഡ് വാട്ടേർഡ് ദ റോസസ് റൂട്ട്സ്. കാക്ടസ് ഫൈനലി അഗ്രീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളിച്ചെടി അവസാനം സമ്മതിച്ചു. ആൻഡ് ദ ബേർഡ്സ് ഫിൽഡ് ദെയർ ബീക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷികൾ, ഫിൽഡ് എന്ന് വെച്ചാൽ നിറച്ചു, ബീക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കുകൾ. അപ്പോൾ ദ ബേർഡ്സ് ഫിൽ ദെയർ ബീക്സ്, കൊക്കുകൾ നിറച്ചു, വിത്ത് വാട്ടർ വെള്ളം കൊണ്ട് നിറച്ചു, ആൻഡ് വാട്ടേർഡ് ദ റോസസ് റൂട്ട്സ്. വാട്ടേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നനച്ചു. റോസസ് റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസാപ്പൂവിൻ്റെ വേരുകൾ. Thus the rose learned a lesson and never judged anyone by their appearance again. അങ്ങനെ റോസാപ്പൂ ഒരു പാഠം പഠിച്ചു, ആരെയും അവരുടെ കാണുന്ന രൂപം കൊണ്ട് നോക്കി വിലയിരുത്തരുതെന്ന്. ദ റോസ് ലേൺഡ് എ ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസാപ്പൂ ഒരു പാഠം പഠിച്ചു. നെവർ ജഡ്ജ് എനി വൺ ബൈ ദെയർ അപ്പിയറൻസ് അഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അപ്പിയറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് രൂപം. ഒരാളെ കാണുമ്പോൾ ഉള്ള രൂപം വെച്ച് ഒരാളെയും വിലയിരുത്താൻ പാടില്ല എന്നാണ് ഇതിൽ നിന്ന് റോസാപ്പൂ പഠിച്ചത്.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കുന്നത് ഹെൽപ്ഫുള്ളായിട്ട് തോന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലൈക്ക് തന്നോളൂ. അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ ഇനിയും കഥകൾ വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോഴേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങളിത് കാണുന്നുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.